മദനിയുടെ ആരോഗ്യസ്ഥിതിയിൽ സുപ്രീം കോടതി ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി മണിപ്പാൽ ആസ്പത്രിയിലേക്ക് മാറ്റണമെന്ന് ജഡ്ജിമാരായ HL ഗോഖലെയും J ചലമേശ്വരനും അടങ്ങിയ ബെഞ്ച് വിധിച്ചു. മദനിയുടെ ചികിത്സാ ചെലവ് കർണാടക സർക്കാർ വഹിക്കണം. കർശന സുരക്ഷയുള്ള മുറിയോ വാർഡോ മദനിക്ക് അനുവദിക്കണം. അതേസമയം കുടുംബാംഗങ്ങൾക്ക് സന്ദർശനത്തിനുള്ള അനുമതിയും കോടതി നൽകി. ആരോഗ്യം വീണ്ടെടുക്കുന്ന മുറയ്ക്ക് ജാമ്യാപേക്ഷ മദനിക്ക് വീണ്ടും സമർപ്പിക്കാമെന്നും അതിന് സമയപരിധി നിശ്ചയിക്കുന്നില്ലെന്നും കോടതി അറിയിച്ചു. മദനി അന്യായമായാണ് ജയിൽവാസം അനുഭവിക്കുന്നതെന്നും അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ ദുർബലമാണെന്നും ജാമ്യം അപേക്ഷിച്ചുകൊണ്ട് പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാണിച്ചു. 11 വർഷം യാതൊരു തെറ്റും ചെയ്യാതെ ജയിലിൽ അടയ്ക്കപ്പെട്ട മദനിയുടെ ആരോഗ്യാവസ്ഥ ജയിൽവാസ കാലത്താണ് വഷളായതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മദനിക്കെതിരെ കർശനമായ നിലപാടാണ് കർണാടകം കൈക്കൊണ്ടത്. ചികിത്സ നൽകാൻ കർണാടകം തയ്യാറായിട്ടും മദനി നിഷേധിച്ചെന്നും ഡൽഹി ജയ്പൂർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ നടന്ന ബാംഗ്ലൂർ സ്ഫോടനത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും അവർ പറഞ്ഞു. മണിപ്പാൽ ആസ്പത്രിക്ക് പകരം സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആസ്പത്രിയായ വിക്ടോറിയയിൽ മദനിയെ പ്രവേശിപ്പിക്കാമെന്നാണ് കർണാടക പറഞ്ഞത്. എന്നാൽ സുപ്രീം കോടതി അത് അനുവദിച്ചില്ല. മീഡിയ 1 ഡൽഹി.